വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ചൈന തൊട്ട് താഴെ ഇന്ത്യ ആണ് ഡയബറ്റീസ് ക്യാപിറ്റൽ. ഡയബറ്റീസ് പ്രിവിലൻസ് എനിക്ക് എക്സാക്ട് നമ്പർ അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ലാസ്റ്റ് വായിച്ചത് പ്രകാരം എനിക്ക് തോന്നുന്നു അറൌണ്ട് ഒരു 10-12% ആണ് ഡയബറ്റിക് പ്രിവിലൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, അതിൽ നമ്മുടെ സാക്ഷരത കേരളം, റൈറ്റ്, 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള കേരളത്തിന്റെ ഡയബറ്റീസ് പ്രിവിലൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ദ നാഷണൽ ആവറേജ് ആണ്. അറൌണ്ട് 20-24% ആണ് ഡയബറ്റീസ് പ്രിവിലൻസ് ഇൻ കേരള. ഓക്കെ, അപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു ശരാശരി മലയാളിക്ക് ഡയബറ്റീസ് എന്താണെന്നോ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തുകൂടാ എന്നോ അറിയാഞ്ഞിട്ടല്ല. ഡയബറ്റിക് ആയ എല്ലാ മലയാളിക്കും അറിയാം, മധുരം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, ഫൈബർ ഇൻക്ലൂഡ് ചെയ്യണം, പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യണം, മണ്ണിന് താഴെയുള്ള പച്ചക്കറികളിൽ സ്റ്റാർച്ച് കൂടുതലാണ് അപ്പൊ അത് കുറയ്ക്കണം. ഇതൊന്നും എന്റെ എക്സ്പീരിയൻസിൽ നമ്മൾ ക്ലയൻസിനടുത്ത് സംസാരിക്കും, ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഇത് ഓൾറെഡി അറിയാം. ബട്ട് സ്റ്റിൽ വൈ ആർ വി 22% ഡബിൾ ദ നാഷണൽ ആവറേജ് when it comes to diabetes prevalence? Habit, genetics. Let me talk from an Indian perspective. South Asian genes എന്ന് പറഞ്ഞാൽ low insulin sensitivity, more prone to cardiovascular disorders as compared to a Caucasian. ഒരു വെസ്റ്റേണറിനെ സംബന്ധിച്ചിടത്തോളം ജെനറ്റിക് നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്നത് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു ഫോറിനർ, ഒരു കൊക്കേഷ്യൻ ചെയ്ത് കാണിക്കുന്ന ലൈഫ് സ്റ്റൈല് പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഉണ്ട്, അതിന്റെ മുകളിലോട്ടാണ് നമ്മുടെ ഫുഡ് പൊട്ടാനിരിക്കുന്ന ബോംബ് പോലെ പെട്ടെന്ന് പൊട്ടി കിട്ടും.